കണ്ണൂരിൽ കോൺഗ്രസ് സമരസംഗമത്തിന്റെ പോസ്റ്ററിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കെ സുധാകരൻ എംപിയുടെ ചിത്രം ഒഴിവാക്കിയതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി സുധാകരൻ പക്ഷം. കെപിസിസി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ഭാരവാഹികളുടെ വാഹനങ്ങൾ തടഞ്ഞ് സുധാകരൻ അനുകൂലികൾ ഇന്നലെ മുദ്രാവാക്യം വിളിച്ചത് പ്രതിഷേധം പരസ്യമാക്കുന്നതിന്റെ ഭാഗമായാണ്. കെ സുധാകരൻ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നതും പ്രതിഷേധ സൂചകമായിട്ടാണ് എന്നാണ് വിവരം. ആര്യാടൻ ഷൗക്കത്തിന് തിരുവനന്തപുരം DCC നൽകിയ സ്വീകരണത്തിന്റെ പോസ്റ്ററിൽ സുധാകരന്റെ ചിത്രം ഒഴിവാക്കിയത് നേരത്തെ വിവാദമായിരുന്നു. അതിന് പിന്നാലെയാണ് കണ്ണൂരിലെ പോസ്റ്റർ വിവാദം. സാറേ, ആര്യാടൻ ഷൗക്കത്തിന് നാളെ തിരുവനന്തപുരം പാളയം ഇതിനകത്തൊരു സ്വീകരണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അത് തന്നെ, അതിന്റെ പോസ്റ്ററും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിനകത്ത് നമ്മളെ പഴയ KPCC പ്രസിഡന്റിന്റെ ഫോട്ടോ ഒന്നും ഇല്ലല്ലോ സാറേ. അത് രണ്ടാമത്തത് കണ്ടില്ലേ, അത് കറക്റ്റ് ചെയ്ത്. കാരണം നമ്മുടെ വിനോദ് തന്നെയാണ് ആ ഡിസൈൻ ഉണ്ടാക്കിയത്. അതെ സാറേ, നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിക്ക് വേണ്ടി ഇയാളൊന്ന് കേക്ക്. അത് ഡിസൈൻ ഉണ്ടാക്കിയത് ആണ്. ആ ഡിസൈൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ നമ്മുടെ ആളുകൾ അത് കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ച് അപ്പോഴും തന്നെ അത് കറക്റ്റ് ചെയ്തു. രണ്ടാമത്തത് എല്ലാവർക്കും ഇട്ട് കൊടുത്തു, എല്ലാ ഗ്രൂപ്പിലും ഇട്ട് കൊടുത്തു. സാറേ, കഴിഞ്ഞ ഒരു മണിക്കൂറിന് മുമ്പ് ഫേസ്ബുക്കിൽ സാറിന്റെ ഇത് തന്നെ അയാൾ കട്ട് ചെയ്തിട്ട് പോയടേ. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, സുധാകരനെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഔദ്യോഗികമായി അങ്ങനെ ഒരു പദവി എന്ന് പറയേണ്ടതില്ല, പക്ഷേ മുതിർന്ന നേതാവാണ്. മാത്രവുമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ കൂടിയാണ്. ഇതിപ്പോൾ ഒരു ബോധപൂർവമായ മാറ്റിവെക്കൽ അല്ലെങ്കിൽ ഒഴിവാക്കലായി തന്നെയാണോ സുധാകര പക്ഷം വിലയിരുത്തുന്നത്? എന്താണ് മറുഭാഗത്തിന്റെ വിശദീകരണം? ഈ പ്രതിഷേധങ്ങളെ, സുധാകര പക്ഷത്തിന്റെ പ്രതിഷേധങ്ങളെ എങ്ങനെയാണ് പൊതുവെ പാർട്ടി നോക്കിക്കാണുന്നത്? അഭിലാഷ്, അതായത് കഴിഞ്ഞ ജൂൺ 27-ാം തീയതിയാണ് നിലമ്പൂരിൽ ഉജ്ജ്വല വിജയം നേടിയ UDF സ്ഥാനാർത്ഥിയായിരുന്ന ആര്യാടൻ ഷൗക്കത്തിന് തലസ്ഥാനത്ത് DCCയുടെ നേതൃത്വത്തിൽ സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം പങ്കുവച്ച പോസ്റ്ററുകളിൽ നിന്ന് കെ സുധാകരൻ്റെ, മുൻ KPCC അധ്യക്ഷനും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ കെ സുധാകരൻ്റെ ചിത്രം ഒഴിവാക്കിയതിനെതിരെയാണ് ആദ്യം ഈ സുധാകരൻ പക്ഷം വിമർശനം കടുപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. പക്ഷേ അന്ന് തിരുവനന്തപുരം DCC പ്രസിഡന്റ് അത് പോസ്റ്റർ ഡിസൈൻ ചെയ്തവർക്ക് സംഭവിച്ചൊരു അബദ്ധമാണ് എന്ന് പറഞ്ഞ് അതിൽ വിശദീകരണമായി രംഗത്തെത്തുകയും ആ പ്രശ്നം രമ്യതയിൽ എത്തിക്കാനുള്ള നീക്കം നടത്തുകയുമായിരുന്നു. പക്ഷേ അതിന് പിന്നാലെ സമാനമായ തരത്തിൽ കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം സമരസംഗമവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പോസ്റ്ററിലും സമാനമായ തരത്തിൽ സ്വന്തം തട്ടകത്തിൽ കെ സുധാകരൻ്റെ ചിത്രം ഒഴിവാക്കപ്പെട്ടതോടെയാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള അനുഭാവികളുടെ രോഷം അണപൊട്ടി. KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള KPCC ഭാരവാഹികൾ ഈ വേദിയിലേക്ക് വരുന്ന വഴിയിൽ അവരുടെ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് കെ സുധാകരൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് അനുകൂലമായി വലിയ തരത്തിൽ മുദ്രാവാക്യം മുഴക്കിയത്. അതിൽ കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് KPCC നേതൃത്വം കടുത്ത അമർഷത്തിലാണ്. അതായത് KPCC അധ്യക്ഷൻ ഉൾപ്പെടെ ഉള്ളവർക്കെതിരായി നടന്ന ഒരു നേർക്കുനേർ നീക്കമായി തന്നെയാണ് നേതൃത്വം അതിനെ വിലയിരുത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കണ്ണൂർ DCCയോട് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം തേടുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പ്രകടമാക്കിയിരിക്കുന്ന അതൃപ്തി അത് കൂടുതൽ പരസ്യമാക്കുന്ന തരത്തിലേക്ക് സുധാകരൻ പക്ഷം നീങ്ങിയാൽ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ അത് വലിയൊരു കീറാമുട്ടിയായി മാറും. അതുകൊണ്ട് രമ്യമായി ഈ പ്രശ്നം ഒത്തുതീർപ്പിലെത്തിക്കുന്നതിനുള്ളൊരു നീക്കം നടത്തുകയാണ് നേതൃത്വം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കെ സുധാകരൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് അദ്ദേഹത്തിന് വ്യക്തിപരമായി ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ അമർഷം കാരണമാണ് എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പരസ്യമായ പ്രതികരണങ്ങൾക്കൊന്നും ഇതുവരെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തയ്യാറായിട്ടില്ല. എന്തായാലും ഈ വിവാദം ഈ പോസ്റ്റർ വിവാദം ഈ നേതൃത്വത്തിന് മുമ്പിൽ ഇങ്ങനെയൊരു തലവേദനയായി മാറുന്ന സാഹചര്യം ഉണ്ടായതോടെയാണ് ഈ പ്രശ്നം പരിഹരിക്കാനുള്ളൊരു നീക്കം, അടിയന്തരമായ ഇടപെടൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും തുടർ നീക്കങ്ങൾ എന്താകും? കെ സുധാകരൻ ഈ വിഷയത്തോട് ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക? തുടർന്ന് നടക്കുന്ന സമരസംഗമ വേദികളിൽ ഇത്തരത്തിൽ ഉള്ള പ്രതികരണങ്ങൾ സുധാകരൻ അനുഭാവികളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ നേതൃത്വം ആ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണും എന്നതൊക്കെയാണ് ഇനി ഈ വിഷയത്തിൽ ശ്രദ്ധേയമായി മാറുക. യെസ്, ഇനി എന്താണ് നേതൃത്വം ഈ വിഷയത്തോടുള്ള പ്രതികരണമായി പറയുക? ഒപ്പം സുധാകരൻ്റെ ഭാഗത്ത് നിന്ന് അടക്കമുള്ള നീക്കങ്ങൾ എന്ത് എന്ന് തന്നെയാണ് പ്രധാനം.